ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഇരിക്കണ്ട. കുറച്ച് തക്കാളി ഉണ്ട് കേട്ടോ. തക്കാളി വെച്ചിട്ട് മീനില്ലാത്തൊരു മീൻ കറി വയ്ക്കാം. വളരെ സിമ്പിളായിട്ടൊരു മീൻ കറി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടെ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനെ ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അതെ, തക്കാളി നന്നായി കഴുകിയതാണ്. തക്കാളി അത് ഉരുളക്കിഴങ്ങ് തക്കാളിയൊക്കെ അങ്ങനെയാണ്. നാടൻ തക്കാളി ഇങ്ങനെ പറയുന്നത് മറ്റേതല്ല. മറ്റേതാകുമ്പോൾ ഷേപ്പ് വ്യത്യാസമുണ്ട്. വ്യത്യാസം തന്നെ ഉള്ളു, പക്ഷെ കാണാനൊക്കെ ഉള്ളൊക്കെ ഒരേപോലെ ഉണ്ട്. ഞങ്ങൾ സിമ്പിൾ കറി വെച്ചിട്ട് ഞങ്ങൾ സ്കൂളിൽ പോകണം കേട്ടോ. ഇന്ന് പാരൻസ് മീറ്റിംഗ് ആണ്. 3:30 വരെയാണ്. അതെ അതെ, നല്ല മാർക്കുണ്ട്. ശ്രീകുണ്ട് പരീക്ഷയൊക്കെ കഴിഞ്ഞു കേട്ടോ. മറ്റേ എന്താണ് മുട്ടയമ്മ അല്ലേ? മുട്ടയമ്മ എക്സാം കഴിഞ്ഞു കേട്ടോ. എല്ലാത്തിലും ഫുള്ളുണ്ട്. തക്കാളിയാക്കി മുറിച്ചെടുക്കട്ടെ. മുറിച്ചെടുക്കട്ടെ. നമുക്ക് കറി വെക്കാം. 3 തക്കാളി വലുത് കേട്ടോ. ചെറിയൊരു സവാള, ഈ 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 5-6 ചെറിയ ഉള്ളി ചതച്ചതാണ് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചെറിയൊരു കഷ്ണം കുടംപുളി ഇട്ടാൽ ചെറുത് മതി. നന്നായി കൈവച്ച് ഞരടുക കേട്ടോ. നന്നായി കഴുകണം. അത് നന്നായി കഴുകിയിട്ട് ഇപ്പം തന്നെ മീൻ കറിൻ്റെ മണം വന്നു. നന്നായി ഞരടിയിട്ടാ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാലൊന്നും എടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ. ഇതൊരു മുറി തേങ്ങൻ്റെ പാലാണ്. നന്നായി അരച്ചാണ് കേട്ടോ. മഴ നോക്ക്, നമുക്ക് തുറന്ന് നോക്കാം. തക്കാളി ഉള്ളി വെന്താ നോക്കാം. തക്കാളി ഉള്ളിയൊക്കെ നന്നായി വെന്തു കേട്ടോ. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് ചൂടാവട്ടെ. ചൂടായാൽ മതി. ചൂടാവട്ടെ. ചൂടാവും. ചൂടായിട്ടാ തേങ്ങാപ്പാൽ വെച്ചിട്ട് നമ്മുടെ കറി റെഡിയായി. ഞാൻ താളിച്ചൊഴിക്കണം. ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. 5-6 ചെറിയ ഉള്ളി വട്ടത്തിലായിരുന്നു കേട്ടോ. 2 തണ്ട് കറിവേപ്പില, ഉള്ളി നന്നായി മൂത്ത് വരട്ടെ. ഉള്ളി മൂത്ത് വന്നു. കൊട്ടി കൊടുക്കുക കേട്ടോ. വേറെ പോകാം. സൂപ്പർ കറി ഉണ്ടാവും. ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്.
തേങ്ങാപ്പാൽ ഒഴിച്ചാൽ തക്കാളി മീൻ കറി ഒരു പ്രാവശ്യം വെച്ച് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ഒരു പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഒന്ന് വന്നാലാണ് ഞങ്ങൾക്ക് പേടിയാണ്. കുറച്ചരി ചോറാദ്യം കഴിച്ചു. 10-11 കഴിച്ചു. അവരൊക്കെ ഉപ്പേരി വയ്ക്കണ്ട. ഉപ്പേരി പറഞ്ഞാൽ മെഴുക്കുവരട്ടി ഇവിടുത്തെ കടുകിട്ട് കൊടുക്കുക. ഉള്ളി മുളകും ചതച്ചതാണ് കേട്ടോ. ചെറിയുള്ളി കറിവേപ്പില ഇട്ട് കൊടുക്കുക. വരക്കിയിട്ട് കൊടുക്കാം കേട്ടോ. കുറേ നാളായി ആ വരച്ച് കിട്ടിയിട്ട്. കുറേ തിരഞ്ഞു നടന്നിട്ട് ഒന്ന് കിട്ടിയത്. ടൗണിൽ പോയിട്ട് എവിടെയില്ല, അതോ ഒരു കടയിൽ നിന്ന് ചെയ്യണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ സീസണല്ല, അങ്ങനെ തോന്നുന്നു. സീസണായ എല്ലാം കൂടി ഇതാണ്. അപ്പോൾ വേണ്ട. നടു പൊളിച്ചിട്ടാണ് നുറുക്കിയിരിക്കുന്നത്. അതാണ് ഇത്ര. അല്ലെങ്കിൽ പുഴുണ്ടാവും. നമ്മളറിയാത്ത ഒരാൾ അതിൻ്റെ ഉള്ളിൽ കിടക്കും. 2 പൊളിയാക്കിയിട്ട് നല്ലോണം കഴുകി മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വേഗട്ടെ കേട്ടോ. മെഴുക്കുവരട്ടി കടകല ഉപ്പേരി ആയിട്ടാ. അവരൊക്കെ സൂപ്പർ ടേസ്റ്റ്. എനിക്ക് ചോറാക്കി കൊടുക്കട്ടെ. എനിക്ക് ചോറാക്കണ്ട. ഉപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ട്. മതി. എൻ്റെ തക്കാളി മീൻകറി ഇതേപോലെ വെക്കാത്തതൊന്ന് വെച്ച് നോക്കട്ടോ. എല്ലാവരും വെക്കും. കുഞ്ഞിനെ അയച്ചു വിട്ടാൽ എന്നിട്ട് വേണം എൻ്റെ ഉച്ചയ്ക്ക് എൻ്റെ സ്കൂളിൽ പോകണം മീറ്റിങ്ങിന്. എൻ്റെ സ്കൂളിൽ ടീച്ചർ മീറ്റിങ്ങിന് പോയതാണ്. പരീക്ഷ കഴിഞ്ഞിട്ട് എല്ലാത്തിലും ഫുൾ മാർക്ക് ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. 10ാം ക്ലാസ് കുട്ടികൾക്ക് ഫുൾ A+ കിട്ടി ആദരിക്കുകയാണ്. പോലീസുകാരുടെ മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. അതും കേട്ട് 4 മണി വരെ ഇരുന്നു. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. 4 മണി വരെ ഇരുന്നു തലവേദനിക്കാൻ തുടങ്ങി. പിന്നെ ചായയും ബിസ്ക്കറ്റും കിട്ടി. അതും കഴിച്ചിട്ട് വന്നു.